ഈ മന്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതേപോലെ ഫ്ലൈറ്റിൽ സെക്യൂരിറ്റി ചെക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ഈ മന്ത് ട്രാവൽ ചെയ്യാൻ പോകുന്ന ആളാണോ എന്നാൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണത്. പിന്നെ ഈ വീഡിയോ ഇടുന്നതിൽ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല, എനിക്ക് കുറച്ച് സ്വാർത്ഥതയുണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ വീഡിയോൻ്റെ അവസാനം പറയാം. അതിൻ്റെ മുന്നേ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏവിയേഷൻ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഒരു എയർലൈൻ സൈഡിൽ നിന്നോ എങ്ങനെയാണ് അവർ കൂടുതൽ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതെന്ന്? ഒരു ചെറിയ അശ്രദ്ധ ഒരു വലിയ അപകടം തന്നെ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് SLPC ഇല്ലെങ്കിൽ സെക്കൻഡറി ലാഡർ പോയിന്റ് ചെക്ക് എന്തുകൊണ്ടാണ് മാൻഡേറ്ററി എന്ന് ഞാനിവിടെ പറയാം. CSFന്റെ പ്രൈമറി സെക്യൂരിറ്റി ചെക്കിന് ശേഷവും ബോർഡിങ്ങിന്റെ തൊട്ട് മുന്നേയും കണ്ടക്ട് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ചെക്കാണ് സെക്കൻഡറി ലാഡർ പോയിന്റ് ചെക്ക് എന്ന് പറയുന്നത്. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിന്റെ ഉത്തരവ് പ്രകാരം ഹൈ അലർട്ട് ടൈമിൽ, ഫോർ എക്സാമ്പിൾ ഇൻഡിപെൻഡൻസ് ഡേ ഇല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ ഇല്ലെങ്കിൽ എയർപോർട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ടൈമിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു ചെക്കാണ് SLPC. ഈ ഒരു സെക്യൂരിറ്റി ചെക്ക് കാരണം പാസഞ്ചറിൻ്റെ അടുത്ത് 3 മണിക്കൂർ മുന്നേ എയർപോർട്ടിൽ റീച്ച് ആക്കാൻ വേണ്ടി എയർലൈൻ സ്റ്റാഫ് അഡ്വൈസ് ചെയ്യാറുണ്ട്. നമുക്കൊക്കെ അറിയാം, ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഹാൻഡ് ബാഗേജിലും ചെക്ക് ഇൻ ബാഗേജിലും കുറേ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്നും കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നും. ചിലതൊക്കെ ചെക്ക് ഇൻ ബാഗേജിൽ കൊണ്ടുപോകാം, പക്ഷേ ഹാൻഡ് ബാഗേജിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ രണ്ടിലും കൊണ്ടുപോകാൻ പറ്റാത്ത കുറേ സാധനങ്ങളുണ്ട്. അവിടെ എയർലൈൻ സെക്യൂരിറ്റി സ്റ്റാഫിന്റെ മെയിൻ റോൾ എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും അത് ഓഫ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഞാനിപ്പോൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് വിചാരിച്ചാൽ, ഈ ഓഗസ്റ്റ് മന്ത് എയർലൈൻ സെക്യൂരിറ്റിന്റെ വകയിൽ ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി ചെക്ക് ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് സ്വാർത്ഥത ഉണ്ടെന്ന്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ആക്ച്വലി ഞാൻ ഓൾറെഡി പറഞ്ഞു എയർലൈൻ സെക്യൂരിറ്റിയാണിത് ചെക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഓരോ സമയത്തും ഓരോ പാസഞ്ചറിൻ്റെ ബാഗേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പാസഞ്ചേഴ്സ് ഉണ്ടാവും. അതിൽ കോപ്പറേറ്റ് ചെയ്യുന്നതും ഉണ്ടാവും, അരഗണ്ടായതും ഉണ്ടാവും, അങ്ങനെ എല്ലാ കൈൻഡ് ഓഫ് പാസഞ്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ ചിലരൊക്കെ പറയും നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, നിങ്ങൾ ചെയ്യണം, ഞങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് അവർ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും. ചിലരൊക്കെ ഞങ്ങൾ ഓൾറെഡി ഇത്രയും ചെക്കിങ് കഴിഞ്ഞ് വന്നതാണ്, നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യണോ, ഞങ്ങൾ പേഴ്സണൽ തിങ്സ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഫൈറ്റൊക്കെ ഉണ്ടാകും. അപ്പം എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാലോ ഇത് എന്തുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ചെക്ക് ചെയ്യുന്നത്, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെക്ക് ചെയ്യുന്നത് എന്നൊക്കെ അവർ മനസ്സിലാക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതും. അതേപോലെ അറ്റ്ലീസ്റ്റ് ഈ കാണുന്നവർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല എന്നും കൂടി കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്കും കമൻറ്റും ഷെയറും. Okay, bye-bye.